കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിൽ BDS വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. അധ്യാപകൻ മാനസികമായും ശാരീരികമായും കുട്ടിയെ ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. സമാന സംഭവത്തിൽ സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ് വകുപ്പ് മേധാവിയായ അധ്യാപകനെന്നും നിധിന്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ സീനിയർ വിദ്യാർത്ഥികളുടെ പ്രശ്നമായിരുന്നു. ഇവിടെ നിന്ന് കുറെ ഈ ബർമൂഡ പോലെയുള്ള ഐറ്റംസ് അതിനകത്തിടാൻ പോയി ബനിയന്. പക്ഷെ അതവരവിടെ ആദ്യം ഇടാൻ സമ്മതിച്ചില്ല. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും പ്രശ്നമാണ്. അത് പിന്നെ ഊരിച്ച് പിന്നെ രണ്ടാമത് ഇവിടെ വന്ന് ഫുൾ കൈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകണം, അങ്ങനെ ഇട്ടുകൊണ്ട് പോയി. പിന്നെ ഈ ഇടയ്ക്ക് അവന്റെ മുടി പറ്റ വെട്ടിച്ചെന്നവര്. അല്ലാതെ അതിനകത്ത് കയറാൻ പറ്റൂല. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അവന്റെ ഹോസ്റ്റലിൽ ഫസ്റ്റില് അവൻ അഡ്മിഷൻ ആക്കാൻ പോയപ്പം ഇതിന്റെ ബാഗ് കംപ്ലീറ്റ് കുപ്പിയായിരുന്നു. ബിയർ അടിക്കണേ, മത്തി അടിക്കണേ കുപ്പിയാണ്. അപ്പോഴേപ്പം തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെന്താ ഇവിടെ ശരിയാകൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേറെ സീനിയർ പയ്യന്മാരും എവിടെ നിന്ന് പടി എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. HOD ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ നല്ല പഠിക്കണോണ്ട് ഇദ്ദേഹത്തെ ഇവനെ കണ്ടുകൂടാ. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവന് മാർക്കുകൾ കട്ട് ചെയ്ത്, പിന്നെ ഇവനെ പുഴുത്ത പട്ടിയെ പോലെയാണ് നിന്നെ കാണുന്നത്. ഞാൻ ഒരാളെ വന്നിട്ടുണ്ട് നേരത്തെ, നിനക്കറിയാടാ. ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ തമിഴ്നാടിയുള്ളതാണ്. മുമ്പ് സസ്പെൻഡൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങേരാ HOD ഇപ്പൊ സസ്പെൻഡിലായിരുന്നു, ഇപ്പോഴും വന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞങ്ങൾ കോള് വിളിച്ച് സംസാരിച്ചു. പൈസ 200 രൂപ ചോദിച്ചു, അത് കൊടുത്തു. അപ്പോഴൊന്നും കുഴപ്പമില്ല. 4 മണിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു. 3:30 കോളേജിൽ നിന്ന് ഇറങ്ങും. 6:30 5:30 ആകുമ്പോഴത്തേക്ക് തമ്പാനൂർ, 6:30 ആകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് 3:30 ശേഷമാണ് ഞങ്ങൾ അറിയണത്. മരിച്ചെന്ന് അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് അറിയുന്നത്. ഇത് ചാടിയതാണോ ഇനി തള്ളിയിട്ടതാണോ എന്ന് അറിയത്തില്ല. അയാൾക്ക് സസ്പെൻഷൻ. ഈ കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇയാൾ പെൺകുട്ടികളെ ഉൾപ്പെടെയാണ് ഇയാൾ അത് വൾഗറായിട്ട് വരെ കുട്ടികളെ പറയണം ഓരോ വാക്കുകൾ. മുസ്ലിം കുട്ടികൾ, പിന്നെ മോനെ പറയണത് പുഴുത്ത പട്ടിയാണ്. ഇവന്റെ മാർക്കുകളെല്ലാം കട്ടിയേക്കും. പാരന്റ്സ് മീറ്റിങ്ങിന് അമ്മ ഹോസ്പിറ്റലായിരുന്നു. അമ്മ ഇത്രയും നാൾ അച്ഛന് മീറ്റിങ്ങിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് 3 സബ്ജക്റ്റിന്റെ മാർക്ക് ഇവന് കട്ടിയ, C മാർക്കും. അപ്പോഴും വേറെ കുട്ടികൾക്കൊക്കെ മാർക്കില്ലെങ്കിൽ എഴുതി കൊടുക്കണം. ഇവനെ കൊണ്ടത് എഴുതി വാങ്ങിപ്പിച്ച് ഈ എക്സാമിന്റെ കൂടെ, അതായത് ഇന്നലെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഡെന്റൽ അനാട്ടമി. ആ എക്സാം ഇന്നലത്തെ അതിന്റെ കൂടെ. ഇനി ഇതിന്റെ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രശ്നമാണോ വന്നതെന്നും അറിയത്തില്ല. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ് ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതാണ്. ഇന്നലെയാണ് ഈ നിധിൻ രാജ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചത്. ഒരു ആത്മഹത്യ എന്ന രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. പക്ഷെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. വകുപ്പ് മേധാവിയായിട്ടുള്ള അധ്യാപകനെതിരെയാണ് ആരോപണം. എന്താണ് അത്? ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? കുടുംബം പറയുന്നത് എന്താണ്? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അപകടത്തിൽ, അതായത് നിതിൻ രാജ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടുന്നത്. അത് ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പക്ഷേ കുടുംബത്തിന്റെ ആരോപണം ഇന്ന് പുറത്തു വന്നതോടുകൂടി അതിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള പല ആരോപണങ്ങളും പുറത്തു വരുന്നു. അതായത് ഇതിനു മുൻപ് കഴിഞ്ഞ വർഷമാണ് നിതിൻ രാജ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള, അതായത് ഈ വകുപ്പ് മേധാവി ആയിക്കോട്ടെ, മറ്റ് പല അധ്യാപകരായിക്കോട്ടെ, അവരുടെ ഭാഗത്തു നിന്നടക്കം വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഈ കുട്ടി അനുഭവിച്ചിരുന്നു. ഒപ്പം തന്നെ സ്റ്റാഫുകളടക്കം ഈ ഒരു മൊത്തത്തിൽ, അതായത് നിതിൻ രാജ് എന്ന രീതിയിൽ മാത്രമല്ല, അവിടെ പൊതുവെ പഠിക്കുന്ന ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന BDS ആയിക്കോട്ടെ, മറ്റ് കോഴ്സുകളായിക്കോട്ടെ, ഇവരെ സാധാരണ രീതിയിൽ സീനിയേഴ്സ് ആണ് റാഗ് ചെയ്യുന്ന പരാതികളും മറ്റും വരാറെങ്കിൽ ഇവിടെ നേരെ മറിച്ചാണ്. കാരണം അധ്യാപകരും സ്റ്റാഫുകളുമാണ് കുട്ടികളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത്. അവരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പരാതികളിൽ വ്യക്തമാകുന്നത്. നമുക്ക് മറ്റ് പല സോഷ്യൽ മീഡിയ, ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷമടക്കം പല സമൂഹ മാധ്യമങ്ങളിലും ചിലർ തുറന്നു പറച്ചിലടക്കം നടത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പലരും നേരിടുന്നുണ്ട്. ഇപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികളും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന്. എന്ത് തന്നെയായാലും ഈ ഒരു നിതിൻ രാജിന്റെ വിഷയം, അതിൽ വലിയ രീതിയിലുള്ള ആരോപണം വകുപ്പ് മേധാവിക്കെതിരെയാണ് ഉയർന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പിതാവിന്റെ അടക്കം ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഴുത്ത പട്ടി എന്ന രീതിയിൽ ആ കുട്ടിയെ വിശേഷിപ്പിക്കുന്നു. ഒപ്പം ഈ ഒരു മാർക്കടക്കം അനാവശ്യമായി കുറക്കുന്നു.
വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അതിനൊപ്പം തന്നെ സീനിയേഴ്സിൻ്റെ റാഗിങ്ങിൻ്റെ പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ പോലും മരണത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം ഒരുപക്ഷേ ഈ ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദമാകാമെന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മകൻ അനുഭവിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് വന്ന് 1 മാസത്തോളം പഠിക്കാൻ പോകുന്നില്ല എന്ന് നിതിൻ പറഞ്ഞിരുന്നു. പിന്നീട് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു പിന്നീട് തിരിച്ചു പോയത്. ഇതിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം കണ്ണൂരിൽ നിന്നും ട്രെയിനിൽ കയറി ഇന്ന് രാവിലെ വീട്ടിലെത്തേണ്ട നിതിനാണ് ഇപ്പോൾ ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുന്നത് എന്നൊരു ദാരുണമായ ഒരു സംഭവം കൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ടിക്കറ്റ് അടക്കമെടുത്ത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ വീട്ടുകാരോടൊപ്പം സംസാരിച്ച നിതിൻ ഇത്ര പെട്ടെന്ന് ഒരു മനമാറ്റം ഉണ്ടായി മരണത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്, അങ്ങനെ നടക്കാൻ മാത്രം എന്ത് സംഭവമാണ് നിതിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്നടക്കമുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇതിൽ കുടുംബം അവിടെ കണ്ണൂർ എത്തിയിട്ടേ ഉള്ളൂ. അവരുടെ സമ്മതപത്രം അനുസരിച്ച് ഇൻക്വസ്റ്റ് നടപടികളും ഒപ്പം പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇവിടെ ആര്യനാട് ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊരു കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പല വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പിന്നെ ഇതൊരു അസ്വാഭാവിക മരണമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പരാതി നൽകിയിട്ടുണ്ട്. എന്തുതന്നെയാലും പോലീസിന്റെയും ഒപ്പം തന്നെ അധികാരികളുടെയും അന്വേഷണത്തിൽ കൂടുതൽ പശ്ചാത്തലം. ഈ അധ്യാപകൻ നേരത്തെ സമാനമായ ആരോപണം നേരിട്ട വ്യക്തിയാണ്, സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ്. ഈ നിധിൻ കുടുംബത്തോട് ഏതെങ്കിലും പരാതി പറഞ്ഞിരുന്നോ? ഈ അധ്യാപകനെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നോ? മാനസികമായ ശാരീരികമായ ചൂഷണങ്ങളെക്കുറിച്ച് മാത്രമല്ല, അങ്ങനെയെങ്കിൽ സഹപാഠികളുടെ കോളേജ് അധികൃതരടക്കം മൊഴിയെടുക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? തീർച്ചയായും ഉണ്ടാവും. കാരണം ഇതിൽ നമ്മളോട് സംസാരിച്ചത് തൊട്ട് മുൻപ് നമ്മൾ കണ്ടത് നിതിൻ്റെ സഹോദരിയാണ്. സഹോദരിയോട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാണ് അവർ പറയുന്നത്. പലതവണ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോളേജിൽ നിന്ന്. അത് നിതിന് മാത്രമല്ല അവിടെ പഠിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നേരിടുന്ന പ്രശ്നമാണെന്നാണ് ഈ സഹോദരി അടക്കം നമ്മോട് പ്രതികരിച്ചത്. മാത്രമല്ല ഇതിൽ എങ്ങനെയാണ് ഒരു മരണത്തിലേക്ക് എത്താനുള്ളൊരു കാരണം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. അത് വരണമെങ്കിൽ കൃത്യമായ അന്വേഷണം വേണം. മാത്രമല്ല ഇതിനു മുൻപ് ഇത്തരത്തിലൊരു വകുപ്പ് മേധാവി നിതിനെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ പ്രിൻസിപ്പാളിന് പരാതി നൽകുകയും പ്രിൻസിപ്പാൾ അതിൽ ഇടപെടുകയും ചെയ്തു എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ അതിലൊന്നും ഈ ഒരു പ്രശ്നം അവസാനിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും ഇത്രയും കടുത്ത തീരുമാനമെടുക്കാൻ നിതിൻ തീരുമാനിക്കില്ലായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ സീനിയേഴ്സുമായി ബന്ധപ്പെട്ട ചില റാഗിങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് അതും എല്ലാ കാര്യങ്ങളും വീട്ടിൽ അറിയിക്കുന്ന കുട്ടിയായിരുന്നു നിതിൻ. പക്ഷേ അതും അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അല്ല ഈ ഒരു സംഭവം എന്നാണ് കുടുംബം പറയുന്നത്. കാരണം നമുക്കറിയാം സീനിയേഴ്സ് റാഗ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അധികാരികൾ റാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോർണർ ചെയ്ത് അവരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് കടക്കാൻ അല്ലെങ്കിൽ അത് മറികടക്കാനുള്ള ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കൊമ്പുകോർക്കൽ ഉണ്ടാകുമ്പോൾ അതിലെപ്പോഴും വിദ്യാർത്ഥികളാണ് ഇരയാകപ്പെടുന്ന അടക്കം. അങ്ങനെ ഒരു ഇരയായിട്ടാണ് ഇപ്പോൾ നിതിനുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിൽ ഇനിയിപ്പോൾ പോലീസിന്റെ അന്വേഷണം ആശുപത്രിയിലെ അടക്കം വ്യാപിപ്പിക്കേണ്ടി വരും. എന്താണ് ആ സമയത്ത് ഉണ്ടായത്? ഇപ്പോൾ സഹോദരി പ്രതികരിച്ചിരുന്നു. ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട പെട്ടെന്നുണ്ടായ മാനസികാഘാതമാണോ പെട്ടെന്ന് ഈ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്നടക്കം അറിയില്ല. പക്ഷെ എന്തു തന്നെയായാലും നിതിൻ അവിടെ വെച്ച് ഈ ഒരു പ്രശ്നം നേരിട്ടിരുന്നു. അതായത് അധ്യാപകർ ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും മാനസികവും ശാരീരികവുമായിട്ടുള്ള അധിക്ഷേപം നേരിട്ടിരുന്നു എന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ അത് മരണത്തിലേക്ക് എത്താനുള്ള കാരണമായിരുന്നോ എന്ന കാര്യത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ കേട്ടോ. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥിയെ ഇന്നലെയാണ് കെട്ടിടത്തിൽ നിന്ന് ചാടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. കോളേജിലെ വകുപ്പ് മേധാവിയായിട്ടുള്ള അധ്യാപകനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.